വെൽക്കം ടു കേരള PSC കഫേ. തമ്പതിനെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, സയൻസിലെ ഒരു ടോപ്പിക്കാണ് ശബ്ദം. സയൻസിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നാണ് ശബ്ദം. എല്ലാ പരീക്ഷകൾക്കും സ്ഥിരമായി ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ശബ്ദത്തെ പറ്റിയുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം അക്കോസ്റ്റിക്സ്. അക്കോസ്റ്റിക്സ് എന്നാണ് ശബ്ദത്തെ പറ്റിയുള്ള പഠനം അറിയപ്പെടുന്നത്. സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും പരീക്ഷയ്ക്ക് ചോദിക്കാം. സ്റ്റഡി ഓഫ് സൗണ്ട് ഈസ് നോൺ ആസ് അക്കോസ്റ്റിക്. അക്കോസ്റ്റിക് എന്നാണ് ശബ്ദത്തെ പറ്റിയുള്ള പഠനം അറിയപ്പെടുന്നത്. പ്രകാശത്തെ പറ്റിയുള്ള പഠനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഒപ്റ്റിക്സ് എന്നാണ്, അല്ലെ? നിങ്ങൾക്ക് അറിയാമായിരിക്കും. സ്റ്റഡി ഓഫ് ലൈറ്റ് ഒപ്റ്റിക്സ് ആണ്. സ്റ്റഡി ഓഫ് സൗണ്ട് എങ്ങനെയാണ്? അക്കോസ്റ്റിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത്, ശബ്ദം ഏത് തരത്തിലുള്ള തരംഗമാണ്? അതിന്റെ ഉത്തരം, ശബ്ദം ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അനുദൈർഘ്യ തരംഗമാണ് ശബ്ദം. വേറെയും ഒരുപാട് തരംഗങ്ങളുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ശബ്ദം ഏത് ടൈപ്പിലുള്ള തരംഗമാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, ട്രാൻസ്വേഴ്സ് വേവ്, മൈക്രോവേവ്, അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അറിയേണ്ടത്, ശബ്ദം ഒരു അനുദൈർഘ്യ തരംഗമാണ്, ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അപ്പൊ നമ്മൾ 2 പോയിന്റാണ് പഠിച്ചത്, അല്ലെ? ഒന്നാമത്തെ എന്തായിരുന്നു? അക്കോസ്റ്റിക്സ് എന്നാണ് ശബ്ദത്തെ പറ്റിയുള്ള പഠനം അറിയപ്പെടുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ് സൗണ്ട് എന്ന് പഠിച്ചു. അടുത്ത പോയിന്റ്, ശബ്ദത്തിന്റെ യൂണിറ്റ് അറിയപ്പെടുന്നത് ഡെസിബൽ എന്നാണ്. വളരെ കോമൺ ആയിട്ടുള്ള, നമ്മള് മുൻപ് സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ശബ്ദത്തിന്റെ യൂണിറ്റ്, ശബ്ദത്തിനെ നമ്മൾ അളക്കുന്നത് ഡെസിബൽ എന്ന് പറയുന്ന യൂണിറ്റ് വെച്ചിട്ടാണ്. അതിന്റെ യൂണിറ്റിന്റെ സിമ്പൽ dB ആണ്. സ്മാൾ ലെറ്റർ ഡിയും സ്മാൾ ലെറ്റർ ബിയും. അപ്പോ ശബ്ദം അളക്കുന്നത് ഏത് യൂണിറ്റ് വെച്ചിട്ടാണ്? ഡെസിബൽ ആണ്. നമ്മുടെ കിലോഗ്രാം എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? ഭാരം അളക്കുന്ന യൂണിറ്റ് ആണ് കിലോഗ്രാം. അതുപോലെ ദൂരം അളക്കുന്ന ഒരു യൂണിറ്റ് ആണ് മീറ്റർ, കിലോമീറ്റർ. അതുപോലെ ശബ്ദം അളക്കുന്നത് ഡെസിബൽ എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ്. മറന്നു പോകരുത്, ഡെസിബൽ ആണ് ശബ്ദത്തിന്റെ യൂണിറ്റ്. അടുത്ത പോയിന്റ്, ശബ്ദത്തിന്റെ ആവൃത്തി അളക്കുന്ന യൂണിറ്റ് ഏത്? ഫ്രീക്വൻസി മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഹെർട്സ് ആണ്. മറന്നു പോകരുത്, ശബ്ദം അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ ആണ്. ശബ്ദത്തിന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ടുള്ള, ഒരു പ്രത്യേകതയായിട്ടുള്ള ഫ്രീക്വൻസി, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ മലയാളത്തിൽ ആവൃത്തി എന്ന് പറയും. ആവൃത്തി മെഷർ ചെയ്യുന്നത് ഹെർട്സ് എന്ന് പറയുന്ന യൂണിറ്റ് വെച്ചിട്ടാണ്. അടുത്തത്, ശബ്ദത്തിന് സഞ്ചരിക്കണമെങ്കിൽ ഒരു മീഡിയം ആവശ്യമാണ്. പക്ഷെ ലൈറ്റിന് അതിന്റെ ആവശ്യമില്ല, അല്ലെ? ശബ്ദത്തിന് സഞ്ചരിക്കുന്നതിന് വേണ്ടി ഒരു മീഡിയം, ഒരു മാധ്യമം ആവശ്യമാണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ശബ്ദം ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത്, ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? അതിന്റെ ഉത്തരം സോളിഡ് ആണ്. ഖരപദാർത്ഥത്തിൽ കൂടെയാണ് ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ഈ 4 ഓപ്ഷൻ തന്നിട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലൂടെയാണ് ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? അതിന്റെ ഉത്തരം സോളിഡ് ആണ്. സോളിഡ് കൂടെയാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്. അതേസമയം ഗ്യാസിലാണ് ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കുറവ്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട 2 പോയിന്റാണ് നോക്കിയത്. ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ദ്രവ്യത്തിന്റെ ഖരാവസ്ഥയിലാണ്, സോളിഡിലാണ്. ഏറ്റവും വേഗത കുറവ് ഗ്യാസിലൂടെയാണ്. ഇനി ഏത് പദാർത്ഥത്തിലാണ്? സോളിഡിൽ തന്നെ, ഖരപദാർത്ഥത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് സ്റ്റീലിലൂടെയാണ്. അപ്പോ ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഖരപദാർത്ഥങ്ങളിൽ ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് സ്റ്റീലിലാണ്. അപ്പൊ നമ്മൾ പ്രധാനമായും 3 പോയിന്റ് പഠിച്ചു. സോളിഡിലൂടെയാണ് ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞു. ഏറ്റവും വേഗത കുറവ് ഗ്യാസിലാണെന്ന് പറഞ്ഞു. ഇനി സോളിഡിൽ തന്നെ, ഖരപദാർത്ഥത്തിൽ തന്നെ സ്റ്റീലിലൂടെയാണ് ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതെല്ലാം മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായും എഴുതിയെടുക്കുക. അടുത്തത്, ശബ്ദത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞു ശൂന്യതയിൽ കൂടി സഞ്ചരിക്കാൻ കഴിയില്ല. കാരണം ഒരു മാധ്യമം, ഒരു മീഡിയം വളരെ അത്യാവശ്യമാണ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഡൗട്ട് വരും, ബഹിരാകാശത്ത് പോകുന്ന ബഹിരാകാശ യാത്രികർ എങ്ങനെയാണ് പരസ്പരം സംസാരിക്കുന്നത്? അവർ പരസ്പരം സംസാരിക്കാൻ ഉപയോഗിക്കുന്നത് റേഡിയോ വേവ്സ് ആണ്. റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചാണ് ബഹിരാകാശത്ത് വെച്ച് ബഹിരാകാശ യാത്രികർ പരസ്പരം സംസാരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ബഹിരാകാശ യാത്രികർ സംസാരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മാധ്യമം റേഡിയോ വേവ്സ് ആണ്. അടുത്തത്,
ടെമ്പറേച്ചർ കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് ശബ്ദത്തിന്റെ വേഗതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എങ്ങനെയാണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ എങ്ങനെയാണ്? ടെമ്പറേച്ചർ കുറയുമ്പോൾ, താപം ചൂട് കൂടുമ്പോഴും കുറയുമ്പോഴും ശബ്ദത്തിന്റെ സ്പീഡിൽ, അതിന്റെ വേഗതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എങ്ങനെയാണ്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ, താപം കൂടുമ്പോൾ ശബ്ദത്തിന്റെ വേഗത കൂടുന്നു. താപം കുറയുമ്പോൾ, ടെമ്പറേച്ചർ കുറയുമ്പോൾ ശബ്ദത്തിന്റെ വേഗത കുറയുന്നു. അപ്പോൾ അത് നേരനുപാതത്തിലാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണ് ടെമ്പറേച്ചറും ശബ്ദത്തിന്റെ സ്പീഡും. അപ്പോൾ ഓർമ്മിക്കേണ്ട എന്താണ്? ശബ്ദത്തിന്റെ വേഗത ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കൂടുന്നു. ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ശബ്ദത്തിന്റെ വേഗത അതിനനുസരിച്ച് കുറയുന്നു. അടുത്തത് ഹ്യൂമിഡിറ്റി ആണ്, ആർദ്രത. ഹ്യൂമിഡിറ്റി കൂടുമ്പോഴും സ്വാഭാവികമായും ശബ്ദത്തിന്റെ വേഗത കൂടുന്നു. അത് രണ്ടും തമ്മിൽ, ഹ്യൂമിഡിറ്റിയും ശബ്ദത്തിന്റെ സ്പീഡും തമ്മിൽ നേരനുപാതത്തിലാണ്, ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. ശബ്ദത്തിന്റെ വേഗത കൂടുന്നു എപ്പോ? ആർദ്രത, ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ശബ്ദത്തിന്റെ വേഗത കൂടുന്നു. ഹ്യൂമിഡിറ്റി കുറയുന്നതനുസരിച്ച് ശബ്ദത്തിന്റെ വേഗത കുറയുന്നു. ടെമ്പറേച്ചർ എങ്ങനെയാണ്? ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സൗണ്ടിന്റെ സ്പീഡ് കൂടുന്നു. ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് സൗണ്ടിന്റെ സ്പീഡ് കുറയുന്നു. അടുത്ത പ്രത്യേകത ഡെൻസിറ്റി ആണ്. സാന്ദ്രത കൂടുന്നതനുസരിച്ച്, ഏതൊരു പദാർത്ഥത്തിന്റെയും സാന്ദ്രത കൂടുന്നതിനനുസരിച്ച് ശബ്ദത്തിന്റെ വേഗതയും കൂടും. സാന്ദ്രത കുറയുകയാണെങ്കിൽ ശബ്ദത്തിന്റെ വേഗത കുറയും. ഒരു പദാർത്ഥത്തിന്റെ ഡെൻസിറ്റി കൂടുമ്പോൾ ശബ്ദത്തിന്റെ വേഗതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എങ്ങനെയാണ്? കൂടുന്നു, കുറയുന്നു, മാറ്റമില്ലാതെ തുടരുന്നു, ഇതൊന്നുമല്ല. ഇങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ട് ഇത് ചോദിക്കാം. അടുത്തത് എയറിലും വാട്ടറിലും, വായുവിലും വെള്ളത്തിലും ശബ്ദത്തിന്റെ വേഗത എത്രയാണെന്ന് അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. വായുവിൽ ശബ്ദത്തിന്റെ വേഗത 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ഒറ്റ സെക്കൻഡ് സമയം കൊണ്ട് 340 മീറ്റർ ശബ്ദം സഞ്ചരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ എയറിലെ ശബ്ദത്തിന്റെ സ്പീഡ് എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെള്ളത്തിൽ കുറച്ചുകൂടി കൂടുതലാണ്, 1453 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെള്ളത്തിൽ ശബ്ദത്തിന്റെ വേഗത. അപ്പൊ നമ്മൾ 2 മാധ്യമത്തിലെ വേഗതയാണ് പഠിച്ചത്. ഒന്ന് എയറിൽ എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡും വെള്ളത്തിൽ, വാട്ടറിൽ 1453 മീറ്റർ പെർ സെക്കൻഡുമാണ് ശബ്ദത്തിന്റെ വേഗത. അടുത്തത് മനുഷ്യന് ശ്രവണയോഗ്യമായ ശബ്ദത്തിന്റെ തീവ്രത എത്രയാണ്? സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 20 ഹെർട്സിനും 20,000 ഹെർട്സ് അല്ലെങ്കിൽ 20 കിലോ ഹെർട്സ്, ഇതിന് ഇടയ്ക്കുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ പറ്റുന്നത്. അപ്പൊ അത് ആ യൂണിറ്റ് അതൊന്ന് ഓർമ്മിച്ചിരിക്കുക. 20 ഹെർട്സിനും 20,000 ഹെർട്സ് അല്ലെങ്കിൽ 20 കിലോ ഹെർട്സിനും ഇതിനിടയ്ക്കുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ പറ്റുന്നത്. അപ്പൊ മനുഷ്യന് ശ്രവണയോഗ്യമായ ശബ്ദത്തിന്റെ കപ്പാസിറ്റി എത്രയാണ്? 20 ഹെർട്സിനും 20,000 ഹെർട്സ് അല്ലെങ്കിൽ 20 കിലോ ഹെർട്സ്. ഇനി ഈ ഒരു ശ്രവണ പരിധി അറിയപ്പെടുന്നത്, ഒരു ടെക്നിക്കൽ ടേം ഉണ്ട്, സോണിക് സൗണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മനുഷ്യന് ശ്രവണയോഗ്യമായ ശബ്ദത്തിനെ വിളിക്കുന്നത് എങ്ങനെയാണ്? സോണിക് സൗണ്ട് എന്നാണ് മനുഷ്യന് ശ്രവണയോഗ്യമായ ശബ്ദം അറിയപ്പെടുന്നത്. അത് ടെക്നിക്കൽ ടേം ആണത്, സോണിക് സൗണ്ട്. അടുത്തത് 20 ഹെർട്സിന് താഴെയുള്ള ശബ്ദം അറിയപ്പെടുന്നത് ഇൻഫ്രാസോണിക് എന്നും 20 കിലോ ഹെർട്സിന് മുകളിലുള്ള ശബ്ദം അറിയപ്പെടുന്നത് അൾട്രാസോണിക് എന്നാണ്. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. പക്ഷെ 20 ഹെർട്സിനും 20 കിലോ ഹെർട്സിനും ഇടയ്ക്കുള്ള സൗണ്ടിന് അറിയപ്പെടുന്നത്, ആ ടെക്നിക്കൽ ടേം എന്താണ്? സോണിക് സൗണ്ട് എന്നാണ്. 20 ഹെർട്സിന് താഴെയുള്ളത് ഇൻഫ്രാസോണിക് എന്നും 20 കിലോ ഹെർട്സിന് മുകളിലുള്ളത് അൾട്രാസോണിക് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. മനുഷ്യ ശരീരത്തിൽ ശബ്ദമുണ്ടാക്കാൻ സഹായിക്കുന്ന തൊണ്ടയിലെ ഭാഗമാണ് ലാരിങ്സ്. മനുഷ്യരിൽ ശബ്ദമുണ്ടാക്കാൻ സഹായിക്കുന്ന തൊണ്ടയിലെ ഭാഗമാണ് ലാരിങ്സ്. ഇത് മുമ്പ് PSC ചോദിച്ചതാണ്. അടുത്തത് ശബ്ദത്തിന്റെ വേഗതയുമായി ബന്ധപ്പെട്ട 3 ടെക്നിക്കൽ ടേംസ് ആണ്. ഇത് മുമ്പ് PSC ചോദിച്ചതാണ്. അതിൽ ആദ്യത്തേത് സബ്സോണിക്. എന്താണ് സബ്സോണിക് എന്ന് ചോദിച്ചാൽ, ശബ്ദത്തിന്റെ വേഗത, വായുവിൽ ശബ്ദത്തിന്റെ വേഗത എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ വേഗതയേക്കാൾ കുറഞ്ഞ് സഞ്ചരിക്കുന്ന കുറഞ്ഞ വേഗതയാണ് സബ്സോണിക് എന്ന് പറയുന്നത്. നമ്മൾ സബ്സോണിക് വിമാനങ്ങൾ, സബ്സോണിക് മിസൈൽസ് എന്നിവയൊക്കെ കേട്ടിട്ടുണ്ടാവും. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കുറഞ്ഞ വേഗതയെ വിളിക്കുന്ന പേരാണ് സബ്സോണിക്. അടുത്തത് സൂപ്പർസോണിക്. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 2 ഇരട്ടി വേഗതയാണ് സൂപ്പർസോണിക് എന്ന് പറയുന്നത്. സൂപ്പർസോണിക് വിമാനങ്ങൾ, സൂപ്പർസോണിക് മിസൈലുകളൊക്കെ
ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 2 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്നതാണ്. അപ്പോ സബ്സോണിക് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കുറഞ്ഞ വേഗതയാണ് സബ്സോണിക്. സൂപ്പർസോണിക് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ 2 മടങ്ങ് വേഗതയാണ് സൂപ്പർസോണിക്. മൂന്നാമത്തേത് ഹൈപ്പർസോണിക്. ശബ്ദത്തിന്റെ 5 മടങ്ങ് വേഗതയെ സൂചിപ്പിക്കുന്ന ടേമാണ് ഹൈപ്പർസോണിക്. അപ്പൊ ഈ 3 പദങ്ങളും കൃത്യമായി ഓർമ്മിച്ചിരിക്കുക. സബ്സോണിക് എന്ന് പറയുന്നത് ശബ്ദത്തെക്കാൾ കുറഞ്ഞ വേഗതയാണ്. സൂപ്പർസോണിക് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ 2 ഇരട്ടി വേഗത. ഹൈപ്പർസോണിക് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയെ സൂചിപ്പിക്കുന്ന ടെക്നിക്കൽ ടേമാണ്. അടുത്തത് അൾട്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കാൻ പറ്റുന്ന 2 ജീവികളാണ് ഡോൾഫിനും ബാറ്റും. നമുക്കറിയാം 20 കിലോ ഹെർട്സിന് മുകളിലുള്ള അല്ലെങ്കിൽ 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദമാണ് അൾട്രാസോണിക് സൗണ്ട്. അപ്പോ 2 ജീവികളാണ് നമ്മൾ പഠിച്ചത്, ഡോൾഫിനും ബാറ്റും. അടുത്തത് ഭൂകമ്പ സമയത്തും അഗ്നിപർവ്വത സ്ഫോടന സമയത്തും ഇൻഫ്രാസോണിക് വേവ്സ് ഉണ്ടാകുന്നതായിട്ട് ശാസ്ത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഭൂകമ്പ സമയത്തും അഗ്നിപർവ്വത സ്ഫോടന സമയത്തും ഇൻഫ്രാസോണിക് വേവ്സ് ഉണ്ടാകുന്നതായിട്ട് സയന്റിസ്റ്റ്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത പോയിന്റ്, നമ്മുടെ വായുവിലെയും ജലത്തിലെയും ശബ്ദത്തിന്റെ വേഗത നേരത്തെ നോക്കിയായിരുന്നു. വായുവിലെ ശബ്ദത്തിന്റെ വേഗത 340 മീറ്റർ പെർ സെക്കൻഡും ജലത്തിൽ ശബ്ദത്തിന്റെ വേഗത 1453 മീറ്റർ പെർ സെക്കൻഡുമാണ്. ഇത് കറക്റ്റ് എക്സാക്ട്ലി ഇതല്ല, ഏകദേശം ഇത്രയാണ് ഈ മീഡിയത്തിലെ വായുവിന്റെ ശബ്ദം എന്ന് പറയുന്നത്. ഇനി തടിയിലെ ശബ്ദം എന്ന് പറയുന്നത് 3850 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്റ്റീലിൽ 5000 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോ ഈ 4 ഓർമ്മിച്ച് വയ്ക്കുക. വായുവിൽ 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഏകദേശമാണ് 340. ജലത്തിൽ 1453 മീറ്റർ പെർ സെക്കൻഡ് ആണ് ശബ്ദത്തിന്റെ വേഗത. തടിയിൽ 3850 മീറ്റർ പെർ സെക്കൻഡ്, സ്റ്റീലിൽ 5000 മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. സൂപ്പർസോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത അളക്കുന്ന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ മാക് നമ്പർ ഉപയോഗിച്ചിട്ടാണ് സൂപ്പർസോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത അളക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. മാക് നമ്പർ ആണ് സൂപ്പർസോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത അളക്കുന്ന യൂണിറ്റ്. ഒരു മാക് നമ്പർ എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് വായുവിൽ ശബ്ദത്തിന്റെ വേഗതയാണ് ഒരു മാക് നമ്പർ. ഒരു മാക് നമ്പർ എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോ ഇതുകൂടി ഓർമ്മിക്കുക. അടുത്തത് മനുഷ്യന്റെ സാധാരണ സംഭാഷണത്തിന്റെ തീവ്രത എന്ന് പറയുന്നത് 60നും 65 ഡെസിബലിനും ഇടയിലാണ്. മനുഷ്യന്റെ സാധാരണ സംഭാഷണത്തിന്റെ തീവ്രത എന്ന് പറയുന്നത് 60നും 65 ഡെസിബലിനും ഇടയിലാണ്. ഇത് മുൻപ് ഏതോ പരീക്ഷയ്ക്ക് ചോദിച്ചതായിട്ട് ഓർമ്മിക്കുന്നുണ്ട്. ഇനി ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. അടുത്തത് നമ്മുടെ മനുഷ്യന്റെ കേൾവിക്ക് തകരാറുണ്ടാക്കുന്ന ശബ്ദത്തിന്റെ തീവ്രത എന്ന് പറയുന്നത് 120 ഡെസിബലിന് മുകളിലുള്ള ശബ്ദമാണ് മനുഷ്യന്റെ കേൾവിക്ക് തകരാറുണ്ടാക്കുന്നത്. അപ്പോ മനുഷ്യന്റെ സാധാരണ സംഭാഷണം എന്ന് പറയുന്നത് എത്രയാണ്? 60നും 65നും ഇടയ്ക്കാണ്. മനുഷ്യന്റെ കേൾവിക്ക് തകരാറുണ്ടാക്കുന്ന ശബ്ദത്തിന്റെ തീവ്രത എന്ന് പറയുന്നത് 120 ഡെസിബലിന് മുകളിലാണ്. അടുത്തത് ശബ്ദ മലിനീകരണം ഉണ്ടാകുന്നത് 90 ഡെസിബലിന് മുകളിലുള്ള ശബ്ദം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ശബ്ദ മലിനീകരണം എപ്പോഴാണ് ഉണ്ടാകുന്നത്? 90 ഡെസിബലിന് മുകളിലുള്ള ശബ്ദം ഉണ്ടാകുമ്പോഴാണ് ശബ്ദ മലിനീകരണം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ 3 പ്രധാനപ്പെട്ട യൂണിറ്റുകളാണ് പഠിച്ചത്. 60നും 65 ഡെസിബലിനും ഇടയിലാണ് മനുഷ്യന്റെ സാധാരണ സംഭാഷണത്തിന്റെ തീവ്രത. 120 ഡെസിബലിന് മുകളിലുള്ള ശബ്ദം മനുഷ്യന്റെ കേൾവിക്ക് തകരാറുണ്ടാക്കുന്നു. 90 ഡെസിബലിന് മുകളിലുള്ള ശബ്ദമാണ് ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്നത്. അടുത്ത പോയിന്റ്, ആശുപത്രി ഏരിയകളിൽ അനുവദനീയമായ ശബ്ദത്തിന്റെ തീവ്രത എന്ന് പറയുന്നത് 40 ഡെസിബലാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ആശുപത്രി പരിസരങ്ങളിൽ അനുവദനീയമായ ശബ്ദത്തിന്റെ തീവ്രത എത്രയാണെന്ന് ചോദിച്ചാൽ 40 ഡെസിബലാണ്. അടുത്തത് ശബ്ദത്തിന്റെ 1-2 പ്രതിഭാസങ്ങളാണ്. അതിൽ ആദ്യത്തേത് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിഫലനം. അത് ലൈറ്റ് പോലെ തന്നെ ശബ്ദം ഒരു പ്രതലത്തിൽ ചെന്നിടിച്ച് അത് തിരിച്ചു വരുന്ന ആ ഒരു പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിഫലനം. ലൈറ്റ് പോലെ തന്നെ ശബ്ദത്തിനും റിഫ്ലക്ഷൻ ഉണ്ടാവാറുണ്ട്. നമ്മൾ സാധാരണയായി ഇത് എവിടെയാണ് കേൾക്കാറുള്ളത്? എക്കോ ഉണ്ടാകുമ്പോഴാണ് അല്ലെ. എക്കോ എന്ന് പറയുന്നത്, പ്രതിധ്വനി എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ റിഫ്ലക്ഷനിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്.
അത് മാത്രമല്ല പ്രതിധ്വനി ഉണ്ടാവണമെങ്കിൽ, എക്കോ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാകേണ്ട മിനിമം ദൂരം എന്ന് പറയുന്നത് 17 മീറ്റർ ആണ്. അതായത് മിനിമം ശബ്ദത്തിന്റെ സ്രോതസ്സിൽ നിന്ന് ആ ഒരു പ്രതലത്തിലേക്ക് 17 മീറ്റർ ദൂരം ഉണ്ടെങ്കിൽ മാത്രമേ എക്കോ ഉണ്ടാവുകയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പൊ പ്രതിധ്വനി ഉണ്ടാവണമെങ്കിൽ, എക്കോ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാകേണ്ട മിനിമം ദൂരം എന്ന് പറയുന്നത് 17 മീറ്റർ ആണ്. അത് മാത്രമല്ല ഡോക്ടേഴ്സിന്റെ കയ്യിലുള്ള സ്റ്റെതസ്കോപ്പ്, റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസ് ആണ്. ഓർമ്മിക്കുക, സ്റ്റെതസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ശബ്ദത്തിന്റെ പ്രതിഭാസം അല്ലെങ്കിൽ ശബ്ദത്തിന്റെ പ്രത്യേകത പ്രതിഫലനമാണ്, റിഫ്ലക്ഷൻ ആണ്. അടുത്തത് റിവർബറേഷൻ, അനുരണനം. തുടർച്ചയായിട്ടുണ്ടാകുന്ന റിഫ്ലക്ഷനെ വിളിക്കുന്ന പേരാണ് അനുരണനം. ആവർത്തിച്ചുണ്ടാകുന്ന ശബ്ദത്തിന്റെ പ്രതിധ്വനിയെ വിളിക്കുന്ന പേരാണ് അനുരണനം അല്ലെങ്കിൽ റിവർബറേഷൻ. അപ്പൊ റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിഫലനം എന്ന് വിളിക്കുന്നത്. ആവർത്തിച്ചുണ്ടാകുന്ന റിഫ്ലക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിവർബറേഷൻ അല്ലെങ്കിൽ അനുരണനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ റിഫ്ലക്ഷനും റിവർബറേഷനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് പ്രത്യേകിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. കണ്ടിന്യൂസ് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ഈസ് കാൾഡ് ഡാഷ്, റിവർബറേഷൻ അല്ലെങ്കിൽ അനുരണനം. ഇനി അടുത്തത് നമുക്ക് വീണ്ടും രണ്ട് ഉപകരണങ്ങളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. സൗണ്ട് വേവ്സിനെ, ശബ്ദ തരംഗങ്ങളെ ഇലക്ട്രിക് സിഗ്നലാക്കി മാറ്റുന്ന, വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റുന്ന ഉപകരണത്തിന്റെ പേരാണ് മൈക്രോഫോൺ അല്ലെങ്കിൽ മൈക്ക് എന്നാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അല്ലെ. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ കോളർ മൈക്ക് അല്ലെങ്കിൽ നമ്മൾ സ്റ്റേജിലൊക്കെ യൂസ് ചെയ്യുന്ന മൈക്കാണ് മൈക്രോഫോൺ. അവിടെ എന്താ ചെയ്യുന്നത്? ശബ്ദ തരംഗങ്ങളെ, സൗണ്ട് വേവ്സിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നു. രണ്ടാമത്തെ ഡിവൈസ് ഇലക്ട്രിക് സിഗ്നലിനെ, ഈ പോയ ഇലക്ട്രിക് സിഗ്നലിനെ, വൈദ്യുത തരംഗങ്ങളെ തിരിച്ച് ശബ്ദോർജ്ജമാക്കി മാറ്റുന്നതാണ് ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ നമ്മൾ കോളാമ്പി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇത് രണ്ടും പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. സൗണ്ട് വേവ്സിനെ ഇലക്ട്രിക് സിഗ്നൽ ആക്കിയാണ് ആര് ചെയ്യുന്നത്? മൈക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ മൈക്ക് ഉപയോഗിച്ച് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദത്തിനെ എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിക് സിഗ്നലാക്കി മാറ്റിയിട്ട് പിന്നെ എവിടെ ചെല്ലുമ്പോഴാണ് തിരിച്ച് ശബ്ദമായിട്ട് വരുന്നത്? ലൗഡ് സ്പീക്കർ ആണ് പിന്നീട് അതിനെ എന്താക്കി മാറ്റുന്നത്? തിരിച്ച് ശബ്ദമാക്കി മാറ്റുന്നത്. അപ്പോൾ ശബ്ദത്തിനെ ഇലക്ട്രിക് സിഗ്നൽ ആക്കിയാണ് ആര് ചെയ്യുന്നത്? മൈക്ക് ചെയ്യുന്നത്. കോളാമ്പി എന്താ ചെയ്യുന്നത്? ലൗഡ് സ്പീക്കർ എന്താണ് ചെയ്യുന്നത്? ഈ ഇലക്ട്രിക് സിഗ്നലിനെ തിരിച്ച് വീണ്ടും ആംപ്ലിഫൈ ചെയ്തിട്ട് ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. അപ്പൊ നിങ്ങൾ ഓർമ്മിച്ചാൽ മതി, നമ്മൾ ലൗഡ് സ്പീക്കറിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത് അല്ലേ. അപ്പൊ ശബ്ദം കേൾക്കുന്നത് എവിടെ നിന്നാണോ അതാണ് ലൗഡ് സ്പീക്കർ. അവിടെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക് സിഗ്നലിനെ ശബ്ദോർജ്ജമാക്കി മാറ്റി. മൈക്കിൽ എന്താ ചെയ്തത്? നമ്മള് ശബ്ദം കൊടുത്തു, അതിനെ ഇലക്ട്രിക് സിഗ്നലാക്കി മാറ്റി. അപ്പൊ ഈ രണ്ട് ഉപകരണങ്ങൾ തമ്മിൽ തിരിഞ്ഞു പോകരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ശബ്ദവുമായി ബന്ധപ്പെട്ട ഒരു തിയറിയാണ്, ഒരു പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ്. ഇത് കണ്ടുപിടിച്ചത് ക്രിസ്റ്റ്യൻ ആൻഡ്രിയാസ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഡോപ്ലർ ഇഫക്റ്റിന്റെ ഉപജ്ഞാതാവ്, ഡോപ്ലർ ഇഫക്റ്റ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റ്യൻ ആൻഡ്രിയാസ് ആണ്. ഡോപ്ലർ ഇഫക്റ്റിന്റെ ഉദാഹരണം ഞാൻ പറയാം. മിക്കവാറും നമ്മൾ എല്ലാവരും റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മളൊരു സ്ഥലത്ത് നിൽക്കുന്നു, ട്രെയിൻ നമ്മൾ അടുത്തേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ശബ്ദത്തിന്റെ ആവൃത്തി കൂടിക്കൂടി വരും അല്ലെ. നമ്മൾ ശ്രോതാവ് എവിടെ നിൽക്കുന്നു? ഒരു സ്ഥലത്ത് നിൽക്കുന്നു, ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു വസ്തു നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ, ട്രെയിൻ നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അതിന്റെ ആവൃത്തി, അതിന്റെ ഫ്രീക്വൻസി കൂടി വരികയും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അത് പോവുകയാണെങ്കിൽ, ട്രെയിൻ പുറപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിന്റെ തീവ്രത കുറഞ്ഞു കുറഞ്ഞു വരും. ഈ ഒരു പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ്. ഈ ഒരു ഡോപ്ലർ ഇഫക്റ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? വാഹനങ്ങളുടെയും അല്ലെങ്കിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളുടെയൊക്കെ വേഗത നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഓർമ്മിക്കേണ്ടത് ഇതിൽ പ്രധാനമായും ഡോപ്ലർ ഇഫക്റ്റ് കണ്ടെത്തിയ ആളിന്റെ പേര് ഓർമ്മിച്ചാൽ മതി. ക്രിസ്റ്റ്യൻ ആൻഡ്രിയാസ് എന്നാണ് ഡോപ്ലർ ഇഫക്റ്റ് കണ്ടെത്തിയ വ്യക്തിയുടെ പേര്. അടുത്തത് ശബ്ദത്തിന്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ചില ഉപകരണങ്ങളാണ്. അതിൽ ആദ്യത്തേത് ഓഡിയോമീറ്റർ. ഓഡിയോമീറ്റർ ഉപയോഗിക്കുന്നത് ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്നതിന് വേണ്ടിയാണ്. ശബ്ദത്തിന്റെ ഇന്റൻസിറ്റി അളക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് ഓഡിയോമീറ്റർ. ഇപ്പൊ ഓഡിയോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ശബ്ദത്തിന്റെ തീവ്രത മെഷർ ചെയ്യാൻ, ഇന്റൻസിറ്റി അളക്കുന്നതിന് വേണ്ടി. രണ്ടാമത്തേത് ടാക്കോമീറ്റർ. വളരെ പ്രധാനപ്പെട്ടതാണ്, മുമ്പ് PSC ചോദിച്ചതാണ്. വിമാനങ്ങളുടെ വേഗത അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ടാക്കോമീറ്റർ. നമ്മൾ നേരത്തെ മാക് നമ്പർ പറഞ്ഞായിരുന്നു. എന്തിനു വേണ്ടിയാണ്? സൂപ്പർസോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത അളക്കുന്ന യൂണിറ്റ് ആണ് മാക് നമ്പർ. ഒരു മാക് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ്.
പക്ഷെ ഇത് ടാക്കോമീറ്റർ ആണ്. വിമാനങ്ങളുടെ വേഗത അളക്കുന്ന ഡിവൈസ് ആണ് ടാക്കോമീറ്റർ. മാക് നമ്പർ എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്. അടുത്തത് ഹൈഡ്രോഫോൺ. ഹൈഡ്രോഫോൺ യൂസ് ചെയ്യുന്നത് ജലത്തിനടിയിലെ ശബ്ദം അളക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഹൈഡ്രോഫോൺ. അപ്പൊ നമ്മൾ 3 ഡിവൈസ് ആണ് പറഞ്ഞത്. ആദ്യത്തെ എന്തായിരുന്നു? ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്നതിന് വേണ്ടി ഓഡിയോമീറ്റർ. ടാക്കോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വിമാനങ്ങളുടെ വേഗത അളക്കാൻ. അടുത്തത് ഹൈഡ്രോഫോൺ, ജലത്തിനടിയിലെ ശബ്ദം അളക്കാൻ. നാലാമത്തേത് ഫാത്തോമീറ്റർ, സമുദ്രത്തിന്റെ ആഴം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഫാത്തോമീറ്റർ. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. മുമ്പ് PS ചോദിച്ചിട്ടുണ്ട്. ഫാത്തോമീറ്റർ യൂസ് ചെയ്യുന്നത് സമുദ്രത്തിന്റെ ആഴം അളക്കുന്നതിന് വേണ്ടിയാണ്. അതിനോടൊപ്പം തന്നെ മുമ്പ് ചോദിച്ചത് 1 ഫാത്തം എന്ന് പറയുന്നത് 6 ഫീറ്റ് ആണ്, 6 അടിയാണ്. 1 ഫീറ്റ് എത്രയാണ്? 30 സെന്റിമീറ്റർ ആണ് 1 ഫീറ്റ്. അങ്ങനെ 6 ഫീറ്റ് ചേരുമ്പോഴാണ് 1 ഫാത്തം എന്ന് വിളിക്കുന്നത്. അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 1.82 മീറ്റർ, അതാണ് 1 ഫാത്തം എന്ന് പറയുന്നത്. അപ്പൊ 1 ഫാത്തം എന്ന് പറയുന്നത് എത്രയാണ്? 6 ഫീറ്റ് ആണ്, 1.82 മീറ്റർ ആണ്. അടുത്തത് നോട്ടിക്കൽ മൈൽ ആണ്. 1 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1.852 കിലോമീറ്റർ. നമ്മുടെ സമുദ്രത്തിൽ ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ് നോട്ടിക്കൽ മൈൽ. നമ്മള് കരയിലാണെങ്കിൽ, റോഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയുന്നത്? ദൂരം കിലോമീറ്ററിലാണ് പറയുന്നത് അല്ലെ? പക്ഷെ സമുദ്രത്തിൽ പറയുന്നത് നോട്ടിക്കൽ മൈൽ ഉപയോഗിച്ചിട്ടാണ്. 1 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് നേരത്തെ മുമ്പ് PS ചോദിച്ചതാണ് 1.852 കിലോമീറ്റർ. 1 കിലോമീറ്ററും 852 മീറ്ററും, അതാണ് 1.852 കിലോമീറ്റർ ചേരുന്നതാണ് 1 നോട്ടിക്കൽ മൈൽ. അടുത്തത് ഗാൾട്ടൺ വിസിൽ. ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു ഉപകരണമാണ് ഗാൾട്ടൺ വിസിൽ. ഇത് യൂസ് ചെയ്യുന്നത് നായകളെ വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗാൾട്ടൺ വിസിൽ യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ടത് നായയുടെ ശ്രവണ പരിധി എന്ന് പറയുന്നത് 40 ഹെർട്സിനും 60 കിലോ ഹെർട്സിനും ഇടയ്ക്കാണ്. മുമ്പ് PS ചോദിച്ചതാണ് നായയുടെ ശ്രവണ പരിധി. 40 ഹെർട്സിനും 60 കിലോ ഹെർട്സിനും ഇടയിലുള്ള ശബ്ദമാണ് നായകൾക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഗാൾട്ടൺ വിസിൽ യൂസ് ചെയ്യുന്നത് നായകളെ വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഗാൾട്ടൺ വിസിൽ എന്ന് വെച്ചാൽ എന്താണ്? ഉയർന്ന ആവൃത്തിയുള്ള ഹൈ ഫ്രീക്വൻസി സൗണ്ട് പുറപ്പെടുവിക്കാൻ കഴിവുള്ള ഒരു വിസിലാണ് ഗാൾട്ടൺ വിസിൽ. അടുത്തത് സോണാർ ആണ്. സോണാറിന്റെ മുഴുവൻ പേര്, ഫുൾ ഫോം എന്ന് പറയുന്നത് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ഓർമ്മിക്കുക, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് സോണാറിന്റെ മുഴുവൻ പേര്. PS മുമ്പ് ചോദിച്ചതാണ്. സോണാറിന്റെ മുഴുവൻ പേര് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ്. എന്തിനാണ് സോണാർ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ സമുദ്രത്തിന്റെ ആഴം അളക്കുന്നതിന് വേണ്ടിയും, അതുപോലെ തന്നെ മത്സ്യങ്ങളുടെ കൂട്ടം എവിടെയാണ്, മീൻ പിടിക്കാനൊക്കെ പോകുമ്പോൾ മത്സ്യക്കൂട്ടം എവിടെയാണെന്ന് കണ്ടുപിടിക്കാനും, അത് കൂടാതെ സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ചിത്രങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് സോണാർ. സോണാർ പ്രവർത്തിക്കുന്നത് അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇതിന്റെ മുഴുവൻ പേര് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ്. അടുത്ത ഉപകരണം റഡാർ. നമ്മുടെ റേഡിയോ വേവ്സ് ഉപയോഗിച്ച് വസ്തുക്കളുടെ ദൂരം, അതിന്റെ ദിശ, അതിന്റെ സാന്നിധ്യം ഇതൊക്കെ അളക്കുന്ന ഒരു ഉപകരണമാണ് റഡാർ. ഇതിന്റെ മുഴുവൻ പേര് റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ്. അപ്പൊ നമ്മൾ 2 ഡിവൈസ് ആണ് പഠിച്ചത്. ഒന്ന് സോണാറും, സോണാർ എന്ന് വെച്ചാൽ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ്. റഡാർ എന്ന് പറയുന്നത് റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ശബ്ദം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് അറിയേണ്ടത്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അറിയാനുള്ളത്. അപ്പോ നിങ്ങൾക്ക് റാങ്ക് ഫയൽ നോക്കേണ്ട ആവശ്യം ഇനി വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പരമാവധി കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ ക്ഷമയോടെ കണ്ടതിന് ഒരുപാട് നന്ദി. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.